തിരികെ വാർത്തകളിലേക്ക്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് എക്സൈസ് പിടിയിൽ. 5 ലിറ്റർ ചാരായവും 147 ലിറ്റർ കള്ളുമായി വീട്ടിൽ നിന്നാണ് കാവാലം ഗ്രീൻ വില്ലയിൽ ഉദയകുമാറിനെ എക്സൈസ് പിടികൂടിയത്. കോൺഗ്രസിന്റെ കുട്ടനാട് നോർത്ത് മണ്ഡലം കമ്മിറ്റി അംഗവും കാവാലം ഗ്രാമപഞ്ചായത്തിൽ 2 തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച നേതാവുമാണ് ഇയാൾ. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. ഷാജി, നല്ലൊരു പൊതുജന സേവനമാണല്ലോ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് നടത്തിയിരിക്കുന്നത്. 5 ലിറ്റർ ചാരായം, ഒപ്പം തന്നെ 147 ലിറ്റർ കള്ള്. ഈ സമീപകാലത്ത് മറ്റെവിടെയോ ഇതുപോലൊരു കോൺഗ്രസ് നേതാവ് കള്ളച്ചാരായവുമായി പിടിയിലാകുന്നത് കണ്ടിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും മനു, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസവും മനു പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നു. ഇപ്പോൾ അതെ ഇതിപ്പോൾ കള്ളും ചാരായും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ കുറച്ചു കാലമായിട്ട് ഇയാൾ കായലിലാണ്, അതായത് കാവാലത്ത് അതൊരു കായലിലാണ് ഇദ്ദേഹം ഈ വാറ്റും മറ്റു പരിപാടികളും ഒക്കെ നടത്തുന്നത്. കാര്യം ആ പ്രദേശത്തൊക്കെ നമുക്കറിയാം, സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ തിങ്ങിപ്പറക്കാത്ത പ്രദേശമാണ്. അവിടെ ചാരായം വാറ്റിയിട്ട് ആവശ്യക്കാർക്ക് കൊണ്ട് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഈ ജനസേവനത്തിലൂടെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എക്സൈസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ കുട്ടനാട് റേഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയും ഇദ്ദേഹത്തെ തൊണ്ടിയോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിന്റെ നേതാവാണ് ഇയാൾ. 2 തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്. കാവാലത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്, ഭാരവാഹിയാണ്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തനം ഇതല്ലേ, ചാരായം മാറ്റലല്ലേ? സജീവ പ്രവർത്തനം 2 തവണ ഇദ്ദേഹം മത്സരിച്ചിരുന്നു. ഈ മത്സരത്തിലൊക്കെ തന്നെ നാട്ടുകാർ ഇദ്ദേഹത്തിന്റെ പൊതുജന സേവനം കണ്ടുകൊണ്ടാവാം പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുകയാണ്.